+2 ഡിഗ്രി എല്ലാ എക്സാമുകളും കഴിഞ്ഞിരിക്കുകയാണ്. രക്ഷിതാക്കൾക്ക് എല്ലാവർക്കും ആദിയാണ്, പേടിയാണ്. ഇനി എൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ ഞാൻ എങ്ങോട്ട് പഠിക്കാൻ അയക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ്. എന്ത് പഠിക്കാൻ അയക്കും, അവിടെ ചെന്നാൽ അവർ രക്ഷപ്പെടുമോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. ഇന്നലെയും എൻ്റെ അടുത്ത് 2 രക്ഷിതാക്കൾ വന്നു. ഒരാൾ പറഞ്ഞത് എൻ്റെ മകൻ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട്, അവന് പറ്റിയ ഒരു കോഴ്സ് ഏതെങ്കിലും ചെയ്യണം. അപ്പോൾ ഞാൻ ചോദിച്ചത് ഇതാണ്, അവന് എന്ത് കഴിഞ്ഞതാണ്, ഏത് ഡിഗ്രിയാണ് കഴിഞ്ഞത്, അവന് ഏത് കോഴ്സിനോടാണ് താല്പര്യം? അയാൾ പറഞ്ഞു BCom കഴിഞ്ഞതാണ്, അതുകൊണ്ട് അക്കൗണ്ടൻ്റ് ആയിട്ടൊക്കെ പോയി കൂടെ, അതിന് പറ്റിയ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് തരുമോ എന്നാണ് ചോദിച്ചത്. ഒരു 10-55 വയസ്സായ ഒരു രക്ഷിതാവാണ് അയാൾ. അയാളെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ തുച്ഛമായ വരുമാനത്തിന് കുടുംബം പോറ്റി ജീവിക്കുന്ന ആളായതുകൊണ്ട് തന്നെ അയാളുടെ മനസ്സിൻ്റെ വികാസം അത്രയേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ അയാൾ പറഞ്ഞു, മകൻ പറയുന്നത് മറ്റൊരു കോഴ്സാണ്, അവരുടെ സുഹൃത്തുക്കളെല്ലാം കൂടി കോഴിക്കോട് പോയിട്ട് മറ്റൊരു കോഴ്സ് ചെയ്യുന്നുണ്ട്, അതിന് ഞാൻ ചെയ്താലോ, അതെങ്ങനെയുണ്ട് എന്നാണ് എന്നോട് ചോദിച്ചത്. ഞാൻ തീർച്ചയായിട്ടും അവരോട് പറഞ്ഞത്, നിങ്ങളുടെ കുട്ടിക്ക് ഏതാണോ താല്പര്യം അത് ചെയ്യുക. കാരണം ഈ 55 വയസ്സായ ആളുടെ ചിന്താഗതി അല്ല ഇന്നുള്ള തലമുറക്കുള്ളത്. തീർച്ചയായിട്ടും അവർക്ക് കൺജസ്റ്റഡ് ആയിട്ട് ഇടുങ്ങി ജീവിക്കാൻ ആഗ്രഹമില്ല. അതുകൊണ്ട് തന്നെ അവർ കണ്ടെത്തുന്നതായിരിക്കും ഏറ്റവും മികച്ചത് എന്നാണ് എനിക്ക് തോന്നിയത്. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അങ്ങനെ ആണെങ്കിൽ പോലും നിങ്ങളുടെ മക്കൾ പറയുന്നത് കേൾക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. രക്ഷിതാക്കളാണ് അതിൻ്റെ ഉത്തരവാദികൾ. ഒന്ന്, എൻ്റെ മകനെ അവർ പറയുന്ന ഫീസിൽ പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സാമ്പത്തിക ശേഷി എനിക്കുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇതേ മക്കൾ തന്നെ നമ്മളെ കുറ്റപ്പെടുത്തും. മറ്റൊരു കാര്യം, ദൂര സ്ഥലങ്ങളിലേക്ക് പോയി പഠിക്കുകയാണെങ്കിൽ എനിക്ക് അവരെ നോട്ടമെത്തുമോ, അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധ അതിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ള മറ്റൊരു കാര്യം. അല്ലെങ്കിലും മറ്റുള്ള ആളുകൾ നമ്മളെ രക്ഷിതാക്കളെ കുറ്റപ്പെടുത്തും. തീർച്ചയായിട്ടും ഇതെല്ലാം സഹിക്കാനുള്ള കപ്പാസിറ്റി ഒരു രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് അയാൾക്കുണ്ടായിക്കൊള്ളും എന്നില്ല. മറ്റൊരു കാര്യം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്, കോഴ്സിന് ചേരുന്നതിന് മുൻപ് തന്നെ നമ്മളോട് പറയും നിങ്ങൾക്ക് ഇത്ര രൂപ ശമ്പളം കിട്ടുന്ന ജോലി ലഭിക്കും എന്ന്. എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, അവർ ആ പറയുന്നതിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട. അത് വെറും അവരുടെ ഗിമിക്കാണ്. കാരണം അവർക്ക് അവരുടെ വിജയത്തിന് വേണ്ടി അവർ നമ്മളെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് മാത്രമേ അതിലുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർ നമുക്ക് ജോലി തന്നില്ലെങ്കിലും എൻ്റെ കയ്യിൽ എൻ്റെ ദൈവം ഈ ഭൂമിയിൽ ഏറ്റവും മികച്ചതായി ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കഴിവുകളുമുണ്ട് എന്നും അതിനെ ഞാൻ പരിപോഷിപ്പിച്ചെടുക്കാൻ, അതിനെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു കോഴ്സ് ചെയ്യുന്നത് എന്നും അതിലൂടെ ഞാൻ എൻ്റെ കഴിവുകളെ വളർത്തിയെടുക്കുമെന്നും അതിന് ശേഷം ഞാൻ തന്നെ എനിക്ക് ആവശ്യമായിട്ടുള്ള നല്ലൊരു ജോലി കണ്ടെത്താൻ പ്രാപ്തി നേടുമെന്നുള്ള വിശ്വാസം കുട്ടികളിലും രക്ഷിതാക്കളിലും ഉണ്ടായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റുള്ളവരുടെ മോഹന വാഗ്ദാനങ്ങളിൽപ്പെട്ട് നമ്മളുടെ ജീവിതം നശിപ്പിക്കാതിരിക്കലാണ് ഏറ്റവും മികച്ചതായ തീരുമാനം.